ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ചീനിയും മീൻ തോരനുമായിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതിനുശേഷം ഞങ്ങൾ ഉച്ചക്കലത്തേക്കുള്ള ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസ് ആട്ടോ. അപ്പം അബദ്ധവശാൽ വീട്ടിൽ ഈ അരി ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അമ്മ ഇതുപോലെ ചിക്കൻ മേടിക്കുന്നതൊക്കെ സംസാരിച്ചപ്പോൾ ഈ അരി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും എന്നാൽ വിചാരിച്ചു ഫ്രൈഡ് റൈസായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഒരുപാട് എനിക്കിഷ്ടമുള്ളൊരു സാധനം കേട്ടോ. ഒരുപാടെന്ന് പറഞ്ഞാൽ ഞാൻ എത്രത്തോളം തിന്നുമെന്ന് പറയാൻ പറ്റില്ല, അതുപോലെ ഞാൻ കഴിക്കും ഈ സാധനം. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അതുപോലെ ഈ വീട്ടിൽ ഇതുപോലെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടേ ഇല്ല. അപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഞാൻ അരി വെള്ളത്തിലിട്ടു. പാം ഓയിൽ കേട്ടോ ചെയ്യുന്നതെല്ലാം. അപ്പം പാം ഓയിൽ ഒഴിച്ച് നമ്മുടെ സവാള വഴറ്റിയെടുത്തു, ഫ്രൈ ആക്കിയെടുത്തു. അതിനുശേഷം അതിനകത്തിട്ട പച്ചക്കറികളെന്ന് പറയുന്നത് ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കവും കൂടെ ആയിരുന്നു. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളുണ്ട്, അത് ഞങ്ങൾ ചേർത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളെ ഉള്ളായിരുന്നു ഇപ്പം നമ്മുടെ കയ്യിൽ. അപ്പോൾ അത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അരിയെല്ലാം വെന്തു. എന്തായാലും നല്ല ചോറായിട്ട് കിട്ടി. കുഴഞ്ഞു പോകുന്നുള്ള പേടി, അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാതിരിക്കുന്നതല്ല. ഈ അരി കുഴഞ്ഞു, അരിയുടെ വേവ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടായിരുന്നു ഇത് ഉണ്ടാക്കാതിരുന്നില്ല. അപ്പോൾ എന്തായാലും അരിയൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടി. അപ്പോൾ അരി വേറെ പാത്രത്തിലോട്ട് ചൂടോടെ തന്നെ നമ്മൾ ലെയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അരിയും ഈ ഫ്രൈ ചെയ്ത സാധനങ്ങളും കൂടെ. അങ്ങനെ നമ്മുടെ അരിയെല്ലാം കൂടെ കുറച്ച് ചോറ് ഇച്ചിരി പാത്രത്തിലോട്ട് ഇട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഫ്രൈ ചെയ്ത് ആ പച്ചക്കറി എല്ലാം കൂടെ ഇട്ട് വീണ്ടും ചോറ് അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇട്ട് വീണ്ടും അതിൻ്റെ മണ്ടയ്ക്ക് പച്ചക്കറി എല്ലാം ഈ ഫ്രൈ ചെയ്തെല്ലാം വെച്ച് എന്തായാലും അത് നിറച്ചിട്ട് അത് കംപ്ലീറ്റ് ആക്കി ലെയറിട്ട് അങ്ങനെ വെച്ചു. എന്തായാലും ഇത്രയൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഏകദേശമൊക്കെ സക്സസ് ആയിട്ടുണ്ടെന്ന് നമുക്ക് പിടി കിട്ടി. കാരണം അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ അടിച്ചപ്പം നമ്മൾ കല്യാണത്തിന് കഴിക്കുന്ന ഏകദേശം അതേ ടേസ്റ്റൊക്കെ ഉണ്ട്. സ്മെല്ലുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ വിചാരിച്ചു എന്തായാലും അതെല്ലാം അടച്ചു വെച്ചതിന് ശേഷം ചൂടോടെ തന്നെ അടച്ചു വെച്ചിട്ട് ചിക്കനുള്ള സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സവാളയും നമ്മുടെ തക്കാളിയും തേങ്ങയും ഇഞ്ചി അതിനൊക്കെയുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ടോ. അപ്പോൾ അമ്മയാണോ ഇതെല്ലാം ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ ഈ രീതി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത അമ്മ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ക്യാപ്സിക്കം ഞങ്ങൾ ഈ വീട്ടിൽ ആദ്യമായിട്ടോ മേടിക്കുന്നത്. ക്യാപ്സിക്കം നമ്മുടെ അല്ലാതെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനകത്ത് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെ എന്തായാലും അതിലത്തെ കൂടെ മേടിച്ച് ചിക്കനകത്ത് ഇച്ചിരി ക്യാപ്സിക്കം കൂടെ ഞാൻ ചേർത്തിട്ടോ. പിന്നെ ശ്രീനുമോക്ക് ഇതുപോലൊരു ചിക്കൻ കാല് വറുത്ത് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവളെ കുറച്ചൊക്കെ ചിക്കൻ്റെ കുറച്ച് വിഭാഗമൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളൂ, കൂടുതലായിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. എന്നപ്പോൾ ഇത്രയും വലുതായപ്പോൾ എന്നാൽ ഇച്ചിരി കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മേടിച്ച കേട്ടോ. അപ്പം കാലൊക്കെ വറുത്തു, സെപ്പറേറ്റ് 2 കാലെണ്ണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ അത് വറുത്തു, കറി റെഡിയാക്കി. അപ്പം ഞാൻ സന്തോഷത്തോടെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ഏകദേശം മനസ്സിന് ആശ്വാസമായി. കാരണം സക്സസ് ആയി എന്ന് മനസ്സിലായി. കാരണം കുറച്ച് സാധനങ്ങൾ ഇതിനകത്ത് ഇനിയും ഇടാനുണ്ട്. അപ്പോൾ അതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം എല്ലാം ആവുമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അതെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറിയും എല്ലാം റെഡിയായി. അങ്ങനെ സീനുവിന് വിളമ്പി കേട്ടോ. അങ്ങനെ സലാഡും ഉണ്ടാക്കി. സലാഡും പപ്പടവും എക്സ്ട്രാ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ എന്തായാലും കുഞ്ഞു മുഴുവൻ തിന്ന കുഞ്ഞിന് ഒരുപാട് ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുള്ള അഭിപ്രായം കേട്ടതോടെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.